നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. വന്യമൃഗശല്യം ജനജീവിതത്തിന് നിരന്തരം ഭീഷണിയാകുമ്പോഴും മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും നീരോ ചക്രവർത്തിയുടെ മാനസികാവസ്ഥയെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. വന്യമൃഗശല്യം തടയണമെന്നാവശ്യപ്പെട്ട് ഒലവക്കോട്ടെ ജില്ലാ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ബിജെപി മാർച്ച്. കാട്ടാന ഭീതിയൊഴിയാതെ മലമ്പുഴ കഞ്ചിക്കോട് പ്രദേശങ്ങൾ. കാട്ടാനയുടെ ആക്രമണത്തിൽ ധോണി സ്വദേശി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഭേദപ്പെട്ട വേനൽ മഴ. കൊടും ചൂടിന് നേരിയ ശമനം. അടുത്ത ദിവസങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിച്ചേക്കുമെന്ന് കാലാവസ്ഥാ പ്രവചനം. ഭാരതപ്പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ പരക്കെ മഴ ലഭിച്ചത് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. മണ്ണൂരിൽ മഴയിൽ ഗ്രാമീണ റോഡ് കുത്തിയൊലിച്ചുപോയി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിജീവനത്തിന്റെ നിർദ്ദേശങ്ങൾ ഇന്ന് ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ടെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര. കാലാവസ്ഥാ വ്യതിയാനവും ഭാവിയിലെ കാർഷിക ഉപജീവനവും എന്ന വിഷയത്തിൽ മുണ്ടൂർ IRTCയിൽ ഏകദിന ശില്പശാല. കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത് കേരളത്തിന്റെ കാർഷിക വൃത്തി വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ ലക്ഷ്യമിട്ട്. നിധി കമ്പനികൾക്കെതിരെ കേരളത്തിൽ ചില രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും നടത്തുന്ന കുപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഓൾ ഇന്ത്യ നിധി ഫൗണ്ടേഷൻ. ലക്കിടിയിൽ AINF 6ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം. കുപ്രചരണങ്ങളെ നേരിടാൻ സംഘടന സജ്ജമെന്ന് ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. വന്യമൃഗശല്യം ജനജീവിതത്തിന് നിരന്തരം ഭീഷണിയാകുമ്പോഴും മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും നീരോ ചക്രവർത്തിയുടെ മാനസികാവസ്ഥയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. വന്യമൃഗശല്യം തടയണമെന്നാവശ്യപ്പെട്ട് ഒലവക്കോട്ടെ ജില്ലാ ഫോറസ്റ്റ് ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സി കൃഷ്ണകുമാർ. സർക്കാരിന്റെ വന്യമൃഗശല്യ നിയന്ത്രണ പദ്ധതികളെല്ലാം തന്നെ ജലരേഖയായെന്ന് സി കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടി. ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും സർക്കാർ വാഗ്ദാനമല്ലാതെ ഒന്നും നടപ്പാക്കുന്നില്ല. പാലക്കാട് ജില്ലയിലെ മലയോര മേഖലയിൽ താമസക്കാരുടെ ജീവൻ ഏതു സമയവും നഷ്ടപ്പെടാവുന്ന അവസ്ഥയിലാണ്. ലക്ഷങ്ങളുടെ കൃഷിനാശത്തിന് പുറമെയാണ് മനുഷ്യജീവനും നഷ്ടമാകുന്നത്. വന്യമൃഗ ആക്രമണത്തിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടമാകുമ്പോഴും സർക്കാർ വാഗ്ദാനം നടത്തി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും കൃഷ്ണകുമാർ കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്ന സർക്കാർ സമീപനം വെച്ചുപുറപ്പിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിവിധിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കാത്തത്. ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ വളരെ ഭദ്രമായിട്ട് നല്ല മതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ച് പോലീസ് സംരക്ഷണത്തോടു കൂടിയിട്ട് ഇതിനകത്ത് കഴിയുന്നുണ്ടല്ലോ. ഈ വനയോര മേഖലയിലുള്ള ആളുകളെല്ലാം തയ്യാറാണ് അവർ ഇതിനകത്ത് വന്ന് താമസിക്കാൻ. നിങ്ങൾ അവരുടെ വീടുകളിൽ പോയി താമസിച്ചോ. അവരെ സുരക്ഷിതമായിട്ട് ഈ ഫോറസ്റ്റ് ഓഫീസിനുള്ളിൽ താമസിക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം കാലത്ത് എഴുന്നേറ്റ് കുട്ടികൾ സ്കൂളിലേക്ക് പോയാൽ, സ്വന്തം ഭർത്താവ് ജോലിക്ക് പോയാൽ, സ്വന്തം സഹോദരൻ ജോലിക്ക് പോയാൽ തിരിച്ചു വരുന്നത് വരെ മനസ്സിലെ തീയുമായിട്ടാണ് ഈ പ്രദേശത്തെ അമ്മമാരും സഹോദരിമാരും കഴിയുന്നത്. ഭർത്താവിനെ തിരിച്ചു കിട്ടുമോ, സഹോദരങ്ങളെ തിരിച്ചു കിട്ടുമോ, കുട്ടികളെ തിരിച്ചു കിട്ടുമോ പോലും അറിയാത്ത അവസ്ഥ. ഇതിന് പദ്ധതികളില്ലാതെയല്ല, ഇതിനുള്ള ഫണ്ടില്ലാതെയല്ല. നമ്മുടെ സർക്കാരിന് അതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ വരാത്തത്. BJP മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് G സുജിത് അധ്യക്ഷത വഹിച്ചു. പുതുശ്ശേരി മണ്ഡലം പ്രസിഡന്റ് PB പ്രമോദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് K മധു, ജില്ലാ സെക്രട്ടറി സുമലത മുരളി, M ഷൺമുഖൻ, ജ്യോതിഷ്, ഉണ്ണികൃഷ്ണൻ, KA സുധീർ, KK അജയ്, ശ്രീദേവി, ഗീത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാട്ടാന ഭീതിയൊഴിയാതെ മലമ്പുഴ കഞ്ചിക്കോട് പ്രദേശങ്ങൾ. കാട്ടാന ആക്രമണത്തിൽ ധോണി സ്വദേശി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. രാപ്പകൽ ഭേദമില്ലാതെ ഈ പ്രദേശങ്ങളിൽ കാട്ടാനകൾ നാട്ടിൽ തന്നെയാണ്. മലമ്പുഴ കഞ്ചിക്കോട് മേഖലയിൽ കാട്ടാനകൾ ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കാട്ടാന ആക്രമണത്തിൽ നിന്ന് ധോണി സ്വദേശി ബിനോയ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ആന ചിഹ്നം വിളിച്ച് മുന്നിലേക്ക് ഓടി വന്നതോടെ ബൈക്ക് ഉപേക്ഷിച്ച് തിരിഞ്ഞോടിയതുകൊണ്ടാണ് ബിനോയ് രക്ഷപ്പെട്ടത്. ബിനോയ് സഞ്ചരിച്ച ബൈക്ക് ആന നശിപ്പിച്ചു. പെട്ടെന്ന് ഒരു കാട്ടിനുള്ളിൽ ആന റോഡിലേക്ക് കയറി. ഞാൻ ശരിക്കും ആനയുടെ മുന്നിൽ പെട്ടു. എനിക്ക് പെട്ടെന്ന് വണ്ടി തിരിക്കാൻ കിട്ടിയില്ല. അപ്പോൾ എൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വണ്ടി അവിടെ ഇട്ടത് ഞാൻ ഇറങ്ങി ഓടി അങ്ങനെ ഒരു ലോറിയിൽ കയറി ഞാൻ രക്ഷപ്പെടുകയായിരുന്നു. കഞ്ചിക്കോട് സിമന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ബിനോയ് ധോണി ടോൾ പ്ലാസ ജംഗ്ഷനിലേക്കുള്ള വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെ മലമ്പുഴ പന്നിമടയ്ക്ക് സമീപത്തെത്തിയപ്പോഴാണ്
ആന ചിഹ്നം വിളിച്ച് മുന്നിലേക്ക് പാഞ്ഞു വന്നത്. തൊട്ടുമുന്നിലെത്തിയപ്പോൾ ബിനോയ് ബൈക്ക് ഉപേക്ഷിച്ച് ഓടി. ഇതുവഴി ടിപ്പർ ഓടിച്ചു വന്നയാൾ വാഹനത്തിൻ്റെ ഡോർ തുറന്നിട്ട് ഓടിക്കയറാൻ പറഞ്ഞതോടെ ബിനോയ് വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടെ കാട്ടാന ബൈക്ക് നശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഭേദപ്പെട്ട വേനൽ മഴ. കാത്തിരുന്ന മഴയെത്തിയത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. ഇരു ജില്ലകളിലും വെള്ളിയാഴ്ച കൊടും ചൂടിന് നേരിയ ശമനമുണ്ട്. അടുത്ത 2 ദിവസങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഭാരതപ്പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിച്ചതോടെ പുഴയിൽ വെള്ളമെത്തുമെന്നും തടയണകളിൽ ജലനിരപ്പ് ഉയരുമെന്നുമാണ് പ്രതീക്ഷ. മണ്ണൂരിൽ മഴയിൽ റോഡ് കുത്തിയൊലിച്ചുപോയി. പോസ്റ്റ് ഓഫീസിന് സമീപമാണ് മേലെപ്പറമ്പ് ഗ്രാമീണ റോഡ് തകർന്നത്. പ്രദേശത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. മഴയെ തുടർന്ന് റോഡിൽ മെറ്റലും ടാറും ഒലിച്ചു പോവുകയായിരുന്നു. വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട്. മണ്ണൂർ തപാൽ ഓഫീസിന് സമീപത്തെ മേലെപ്പറമ്പ് ഗ്രാമീണ റോഡാണ് തകർന്ന് ഒലിച്ചുപോയത്. ഇന്നലെയും പുലർച്ചെയും പെയ്ത മഴയിലാണ് സംഭവം. ജൽജീവൻ പദ്ധതിക്കായി റോഡിൽ ചാലെടുത്ത് പൈപ്പിട്ടിരുന്നു. മാസങ്ങൾക്ക് ശേഷം ചാൽ മൂടി മുകളിൽ മെറ്റലിടുകയും ചെയ്തു. മഴ പെയ്തതോടെ റോഡിലെ മെറ്റലും മണ്ണും ചെളിയും ഒലിച്ചുപോയി പ്രധാന റോഡിലെത്തി. മേലെപ്പറമ്പ് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടതോടെ ഗ്രാമീണ മേഖലയിലേക്ക് ഗതാഗതവും തടസ്സപ്പെട്ടു. കുത്തിയൊലിച്ച മെറ്റലും മണ്ണും അമ്പലപ്പാറ റോഡിന് സമീപം കുമിഞ്ഞു കിടപ്പുണ്ട്. പ്രധാന റോഡിലെ ഗതാഗതത്തിനും ഇത് ഭീഷണിയായി. ജൽജീവൻ പദ്ധതിയുടെ ചാൽ ശരിയായ രീതിയിൽ മൂടാത്തതാണ് റോഡ് കുത്തിയൊലിക്കാൻ കാരണമായതെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നിധി കമ്പനികൾക്കെതിരെ കേരളത്തിൽ ചില രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും നടത്തുന്ന കുപ്രചരണങ്ങൾ നിയമപരമായും സംഘടനാപരമായും നേരിടുമെന്ന് ജനം TV ഡയറക്ടർ രവീന്ദ്രൻ തിരൂർ. ലക്കിടി മംഗലം യുണൈറ്റഡ് കൺവെൻഷൻ സെന്ററിൽ AINF 6ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്കൊന്നും നേടാനല്ല, എനിക്കെന്ത് നൽകാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു കാര്യപദ്ധതിക്ക് ഭാരതത്തിൽ ഈ സംസ്കൃതിയോടും സംസ്കാരത്തോടും ദേശീയതയോടും പാരമ്പര്യത്തോടും പൈതൃകത്തോടെയും കടമയുള്ള ഒരു ജനത ഇവിടെ വളർന്നു വന്നിരുന്നു. ആ ജനതയുടെ കരുത്തും ശക്തിയും ഈ ധർമ്മ സംരക്ഷണാർത്ഥം എങ്ങനെയാണോ ഗീതയിൽ പറയുന്നത്, ആ ഒരു ധർമ്മത്തിന് വേണ്ടിയുള്ള നിലകൊള്ളൽ വാസ്തവത്തിൽ ഈ ഒരു സാമ്പത്തിക സംരംഭത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ആ ഒരു ധാർമ്മിക പ്രവർത്തനത്തിൽ AINF സംസ്ഥാന പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഗണേശ് അരങ്ങമാനം റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി ജഗദീഷ് കൊല്ലം വരവ് ചെലവ് റിപ്പോർട്ട് വായിച്ചു. ജോയിന്റ് സെക്രട്ടറി കനകദാസ്, അഡ്വക്കേറ്റ് മഹേശ്വരൻ, ഓഡിറ്റർ ആചാര്യശ്രീ ഹരി, ഡോക്ടർ രാജഗോപാൽ, ചാമി നെടുങ്ങാട്ടിൽ, ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ധനകാര്യമേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഓൾ ഇന്ത്യ നിധി ഫൗണ്ടേഷൻ ദേശീയ സെക്രട്ടറി ഡോക്ടർ KU ഷാജി ശർമ്മ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ കീഴിലുള്ള കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മുണ്ടൂർ IRTCയിൽ നടന്ന ശില്പശാല പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനവും ഭാവിയിലെ കാർഷിക ഉപജീവനവും എന്ന വിഷയത്തിലായിരുന്നു ശില്പശാല. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജലം, കൃഷി, ഉപജീവനം എന്നീ മേഖലകളെ സംയോജിപ്പിച്ച കേരളത്തിന്റെ കാർഷിക വൃത്തി വികസനത്തിനുള്ള ഭാവി നിർദ്ദേശങ്ങൾക്കായുള്ള അന്വേഷണമാണ് ശില്പശാല ലക്ഷ്യമിടുന്നതെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര പറഞ്ഞു. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ, കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം, CWRDM, IIT മദ്രാസ് എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞർ, സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ കർഷകർ എന്നിവർ പങ്കെടുത്തു. കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം ഡയറക്ടർ പ്രൊഫസർ KP സുധീർ അധ്യക്ഷത വഹിച്ചു. IRTC ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ J സുന്ദരേശൻ പിള്ള, CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് സാമുവൽ, IRTC രജിസ്ട്രാർ A രാഘവൻ, ഡോക്ടർ PJ ജെയ്റ്റ്, ഡോക്ടർ CC ബജീഷ് എന്നിവർ വിഷയം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അകലൂർ ക്ഷേത്രം റോഡിൽ ജൽജീവൻ പദ്ധതിക്കായി നിർമ്മിച്ച ചാൽ ശരിയായ രീതിയിൽ മൂടാത്തത് വാഹന ഗതാഗതത്തിന് ഭീഷണിയാകുന്നു. വെള്ളിയാഴ്ച പാൽ കയറ്റി വന്ന വാഹനം ചാലിൽ കുടുങ്ങി. ഭാഗ്യം കൊണ്ടാണ് വണ്ടി മറിയാതിരുന്നത്. രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. സ്വകാര്യ പാൽ കമ്പനിയുടെ പാൽ കയറ്റി വന്ന വാഹനമാണ് ചാലിൽ താഴ്ന്നത്.
ജൽജീവൻ മിഷൻ പദ്ധതിക്കായി മാസങ്ങൾക്ക് മുമ്പ് പൈപ്പിട്ട ചാൽ മൂടിയിരുന്നു. മീതെ മെറ്റലും നിരത്തി. ഈ ഭാഗത്താണ് പാൽവണ്ടി താഴ്ന്നത്. അധികൃതർ മെറ്റലിട്ട ശേഷം റോളർ ഉപയോഗിക്കാതിരുന്നതാണ് അപകടം സംഭവിക്കാൻ കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. മഴ പെയ്തതോടെയാണ് പൈപ്പിട്ട ഭാഗങ്ങളിൽ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. വലിയ വാഹനങ്ങൾ ഈ ഭാഗത്ത് താഴാനുള്ള സാധ്യത ഏറെയാണ്. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാളയാർ അണക്കെട്ടിൽ കുളിക്കാനിറങ്ങിയ കോളേജ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മണ്ണാർക്കാട് ആണ്ടിപ്പാടം നെല്ലിപ്പുഴ ആബിദ് കർപ്പൂരന്റെ മകൻ 19 വയസ്സുള്ള അൻസിലാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്കാണ് കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥിയെ ചതുപ്പിലകപ്പെട്ട് കാണാതായത്. കോയമ്പത്തൂർ ഡാനിഷ് അലി എഞ്ചിനീയറിംഗ് കോളേജ് AI എഞ്ചിനീയറിംഗ് 1ാം വർഷ വിദ്യാർത്ഥിയാണ് മരിച്ച അൻസിൽ. സഹപാഠികളായ 12 പേർക്കൊപ്പം അണക്കെട്ടിൽ കുളിക്കുന്നതിനിടെ ചതുപ്പിൽ മുങ്ങിത്താഴുകയായിരുന്നു. തമിഴ്നാട് അതിർത്തിയിലെ ഊടുവഴിയിലൂടെയാണ് അണക്കെട്ടിലെത്തിയത്. വിവരമറിഞ്ഞ് വാളയാർ പോലീസും കഞ്ചിക്കോട് അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ P. നാസർ, ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ M. രമേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങൾ ഇന്നലെ തെരച്ചിൽ നടത്തിയെങ്കിലും അൻസിലിനെ കണ്ടെത്താനായില്ല. വെള്ളിയാഴ്ച രാവിലെ സ്കൂബ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി +2 പരീക്ഷയിൽ 100% വിജയം. തിളക്കമാർന്ന നേട്ടത്തിന്റെ ആഹ്ലാദത്തിലാണ് ഭരണസമിതി. 30 ആൺകുട്ടികളും 30 പെൺകുട്ടികളും ഉൾപ്പെടെ 60 പേരാണ് ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയത്. ഇതിൽ 4 പേർക്ക് മുഴുവൻ വിഷയത്തിലും A+ ലഭിച്ചു. SSLC പരീക്ഷയിൽ 98.33% വിജയമായിരുന്നു കലാമണ്ഡലത്തിൽ. 60 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ ഒരു കുട്ടി മാത്രമാണ് ഉപരിപഠനത്തിന് അർഹത നേടാതിരുന്നത്. ഈ കുട്ടി സേ പരീക്ഷ എഴുതുമെന്ന് രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ പറഞ്ഞു. +2 പരീക്ഷയിൽ 100% വിജയം കൈവരിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് വൈസ് ചാൻസലറും രജിസ്ട്രാറും ഭരണസമിതി അംഗങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വേങ്ങശ്ശേരി അകവണ്ട കമ്പംകൂടം പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തിസാന്ദ്രം. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു. വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് അകവണ്ട കമ്പംകൂടം പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചത്. രാവിലെ അഭിഷേകം, മലർനിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ, തുടർന്ന് ഉച്ചപൂജ എന്നിവയുണ്ടായി. പ്രസാദഊട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വൈകിട്ട് ഭഗവത് സേവ, ദീപാരാധന, അത്താഴപൂജ, വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ശ്രീ കുട്ടൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ രാവിലെ ഗണപതി ഹോമം, അത് കഴിഞ്ഞ് ഉച്ചപൂജ, അത് കഴിഞ്ഞ് 11 മണിക്ക് പ്രസാദ ഊട്ട്, പിന്നെ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. നാട്ടിലെ കലാകാരന്മാരുടെ എല്ലാ വിശേഷ പൂജകൾക്ക് പനാവൂർ കുട്ടൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. IPL ക്രിക്കറ്റ് ആവേശം കാണികളിൽ എത്തിക്കാൻ പാലക്കാട്ട് ഫാൻ പാർക്ക് സജ്ജമാക്കി. കോട്ടമൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫാൻ പാർക്കിൽ ബിഗ് സ്ക്രീൻ വഴി 11-12 തീയതികളിലായാണ് മത്സരങ്ങൾ പ്രദർശിപ്പിക്കുകയെന്ന് ക്രിക്കറ്റ് ഫെഡറേഷൻ ക്രിക്കറ്റ് ഓപ്പറേഷൻ മാനേജർ അൽവിൻ ഗെയ്ക്വാദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 11-ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരവും 12-ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരവും കാണികൾക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ അവസരമൊരുക്കും. IPLന്റെ ആവേശം ഗ്രാമീണ മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഫാൻ പാർക്കുകൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ 50 നഗരങ്ങളിലാണ് ഫാൻ പാർക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഒന്നാണ് പാലക്കാട്ട്. ക്രിക്കറ്റിനോടുള്ള പാലക്കാടിൻ്റെ ആവേശമാണ് പ്രധാന നഗരങ്ങളിലൊന്നായി പാലക്കാടിനെ തിരഞ്ഞെടുക്കാൻ കാരണം. ഫാൻ പാർക്കിലെത്തുന്ന കാണികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. മുതിർന്നവർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്നും ഗെയ്ക്വാദ് പറഞ്ഞു. കേരളത്തിൽ പാലക്കാട്ട് മാത്രമാണ് ഫാൻ പാർക്ക് ഒരുക്കിയിട്ടുള്ളത്. അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായും എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടിയാണ് കാണികൾക്ക് പ്രവേശനം നൽകിയിട്ടുള്ളതെന്നും ക്രിക്കറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് A. സിയാവുദ്ദീൻ അറിയിച്ചു. IPLന്റെ ആവേശം അതേപടി പ്രേക്ഷകരിലെത്തിക്കാൻ ഫാൻ പാർക്കിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മുൻകാലങ്ങളിലെ അനുഭവത്തിലൂടെ വ്യക്തമാവുന്നതെന്നും സിയാവുദ്ദീൻ കൂട്ടിച്ചേർത്തു. ഫാൻ പാർക്കിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. Creating awareness amongst the people of Palakkad about IPL fan park. As a result, every season the turnout is more than expected.
Would also like to thank to the dignitaries who have given us permission to conduct IPL Fan Park in Palakkad on 11th and 12th May 2024 at Fort Maidan Cricket Ground. This season BCCI has stretched to 50 cities, out of which Palakkad is the only city which belongs to the state of Kerala. BCCI's intentions to have IPL Fan Park is to bring electrifying and stadium-like atmosphere to the cities where there are no stadiums and cities which do not have stadiums but they do not host IPL matches. IPL Fan Park is for the people of such cities who can come, have fun with their family, friends and support their favorite players, teams. വാർത്താസമ്മേളനത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ, ജില്ലാ സെക്രട്ടറി ടി അജിത് കുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. വന്യമൃഗശല്യം ജനജീവിതത്തിന് നിരന്തരം ഭീഷണിയാകുമ്പോഴും മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും നീരോ ചക്രവർത്തിയുടെ മാനസികാവസ്ഥയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. വന്യമൃഗശല്യം തടയണമെന്നാവശ്യപ്പെട്ട് ഒലവക്കോട്ടെ ജില്ലാ ഫോറസ്റ്റ് ഓഫീസിലേക്ക് BJP മാർച്ച്. കാട്ടാന ഭീതിയൊഴിയാതെ മലമ്പുഴ, കഞ്ചിക്കോട് പ്രദേശങ്ങൾ. കാട്ടാനയുടെ ആക്രമണത്തിൽ ധോണി സ്വദേശി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഭേദപ്പെട്ട വേനൽ മഴ. കൊടും ചൂടിന് നേരിയ ശമനം. അടുത്ത ദിവസങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിച്ചേക്കുമെന്ന് കാലാവസ്ഥാ പ്രവചനം. ഭാരതപ്പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ പരക്കെ മഴ ലഭിച്ചത് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. മണ്ണൂരിൽ മഴയിൽ ഗ്രാമീണ റോഡ് കുത്തിയൊലിച്ചുപോയി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിജീവനത്തിന്റെ നിർദ്ദേശങ്ങൾ ഇന്ന് ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ടെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര. കാലാവസ്ഥാ വ്യതിയാനവും ഭാവിയിലെ കാർഷിക ഉപജീവനവും എന്ന വിഷയത്തിൽ മുണ്ടൂർ IRTCയിൽ ഏകദിന ശില്പശാല. കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത് കേരളത്തിന്റെ കാർഷിക വൃത്തി വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ ലക്ഷ്യമിട്ട്. നിധി കമ്പനികൾക്കെതിരെ കേരളത്തിൽ ചില രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും നടത്തുന്ന കുപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഓൾ ഇന്ത്യ നിധി ഫൗണ്ടേഷൻ. ലക്കിടിയിൽ AINF 6ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം. കുപ്രചരണങ്ങളെ നേരിടാൻ സംഘടന സജ്ജമെന്ന് ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.